ഏറ്റവും ഒടുവിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി NBC ന്യൂസിന്റെ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: engaging with counterparts from brotherly neighborhoods to clarify that Iran is solely exercising its right to self-defense under UN Charter. Iran will not sit idly by as the US attacks our people, regretful that targets are located in friendly states എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ UN ചാർട്ടർ പറയുന്നത് പോലെ സെൽഫ് ഡിഫൻസ് മാത്രമാണ് ഇറാൻ നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ സൗഹൃദ രാഷ്ട്രങ്ങളെ ആക്രമിക്കലല്ല. സൗഹൃദ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ ലക്ഷ്യകേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിക്കുന്നത്. റിഗ്രറ്റ്ഫുൾ ദാറ്റ് ടാർഗറ്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ഫ്രണ്ട്ലി സ്റ്റേറ്റ്സ്. അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ സൗഹൃദ രാഷ്ട്രങ്ങളിലായതിൽ ഖേദിക്കുന്നു എന്നാണ് അബ്ബാസ് അറാഖ്ചി പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ജനവാസ മേഖലകളിലേക്കൊക്കെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്, ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അത് ബോധപൂർവ്വം ജനവാസ മേഖലകളിൽ ആക്രമിക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മാത്രമല്ല ഗൾഫ് മേഖലകളിൽ ഇറാൻ അനുകൂലമായി നിൽക്കുന്ന ഒരു സെന്റിമെന്റ്സ് പോലും എതിരാവാൻ ഇടയാക്കുന്നതാകും ഇറാൻ ചെയ്യുന്നത്. അതല്ല ഇനി ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ച് പ്രത്യേക എയിം, പ്രത്യേക ടാർഗറ്റിൽ ലക്ഷ്യം വെച്ച ഉള്ള പൊസിഷൻ അറ്റാക്കാണ് നേരത്തെ ചില ഏജൻസികൾ പറയുന്നത് പോലെയാണെങ്കിൽ അത് ഇറാൻ വ്യക്തമാക്കും എന്ന് കരുതാം. എന്തായാലും IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ്, ഇറാൻ വിപ്ലവസേന പറയുന്ന ഹോർമുസ് കടലിടുക്കിലേക്കൂടെ ഒരു കപ്പൽ പോലും പോയാൽ ഞങ്ങൾ ആക്രമിക്കും എന്ന തരത്തിലുള്ള ഭീഷണിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് സ്റ്റാൻഡ് സ്റ്റില്ലാണ്. ഹോർമുസ് കടലിടുക്ക് മാത്രമല്ല, ആ മേഖല ഒന്നാകെ എയർപോർട്ടുകൾ അടയ്ക്കുന്നു, വിമാനങ്ങൾ പറക്കാതിരിക്കുന്നു. അങ്ങനെ ആ മേഖല വാണിജ്യപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു മേഖല ഒന്നാകെ അങ്ങേയറ്റം ബന്ദിയാക്കപ്പെട്ട അവസ്ഥ, അങ്ങേയറ്റം അടയ്ക്കപ്പെട്ട അവസ്ഥ. ലോകത്തിൻ്റെ വാണിജ്യ മേഖലയിലടക്കം നാളെ മുതൽ ഉണ്ടാക്കാൻ പോകുന്നത് ഷെയർ മാർക്കറ്റ് അടക്കം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ വലിയ ബ്ലഡ് ബാത്ത് നടക്കാൻ പോകുന്നു എന്നതിനകത്തൊരു തർക്കവുമില്ല. ഷെയർ മാർക്കറ്റിൽ പോകുന്ന പണമാണ് പോകുന്നത്. പക്ഷേ അതല്ലാതെ മനുഷ്യജീവൻ ധാരാളമായി പോകുന്നു. 200-ലധികം പേർ ഇറാനിൽ ഇതിനോടകം തന്നെ ജീവഹാനി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ 85 പേർ കുഞ്ഞുങ്ങളാണ്, പ്രൈമറി സ്കൂൾ കുട്ടികളാണ്. ഇറാനിൽ ജനാധിപത്യം കൊണ്ടുവരാൻ ഇസ്രായേലും അമേരിക്കയും ആക്രമണം തുടങ്ങുമ്പോൾ ആദ്യം ലക്ഷ്യം വെക്കുന്ന കുഞ്ഞുങ്ങളെയാണ് എന്നുള്ളതാണ് വൈപരീത്യം. ദുബായിൽ നിന്ന് റഹീസ് കൂടി ചെയ്യുന്നു. റഹീസ്, എന്താണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്? ഈ രാത്രി അല്പമെങ്കിലും ശാന്തമായ രാത്രിയാണോ ദുബായിലും പരിസര രാജ്യങ്ങളിലും? റഹീസ്. ഹാഷ്മി, UAE സംബന്ധിച്ചിടത്തോളം ശാന്തമായ സമയമാണ് കടന്നു പോകുന്നത് എന്ന് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ഒരു 2.5-3 മണിക്കൂറായി കാര്യമായി എവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരം ഇതുവരെയുമില്ല. അവർ ഒരല്പം നടുങ്ങിയ സമയമായിരുന്നു വൈകിട്ട് ഒരു 6:30-7 മണിയോട് കൂടി. കാരണം പാം ജുമൈറയിലെ ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്വാഭാവികമായിട്ടും ആക്രമണത്തിന്റെ ഭാഗമായി തീപിടുത്തം ഉണ്ടാവുകയും അതിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളത് വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് കേട്ടത്. കാരണം അതുവരെയും UAE അത്തരത്തിൽ രാവിലെ മുതൽ തന്നെ ദുബായിലും ഒപ്പം തന്നെ അബുദാബിയിലുമായി ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു റെസിഡൻഷ്യൽ മേഖലയിലേക്ക് കടക്കുന്ന നിലയുണ്ടായിരുന്നില്ല. പക്ഷെ വൈകിട്ടോടുകൂടി ആ സാഹചര്യം മാറി. അപ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 3-3.5 മണിക്കൂറായി ഡ്രോൺ ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു റെസിഡൻഷ്യൽ മേഖലയിലേക്ക് അത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് പൊതുവിൽ ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ UAE സംബന്ധിച്ചിടത്തോളം ഈ മണിക്കൂറുകളിൽ വലിയ ഒരു ആശങ്കയില്ല എന്ന് പറഞ്ഞു വെക്കാം. ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ UAE പ്രസിഡന്റിനെ ഇറ്റാലിയൻ പ്രസിഡന്റ് വിളിച്ച് അദ്ദേഹം ഇവർ തമ്മിൽ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ അങ്ങനെ ഓരോ രാജ്യത്തെയും തലവന്മാർ UAE പ്രസിഡന്റിനെ വിളിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അത് ഇന്ന് വൈകിട്ട് കഴിഞ്ഞതോടുകൂടി കുറേയധികം രാഷ്ട്ര തലവന്മാരും UAE പ്രസിഡന്റുമായി സ്ഥിരമായി ചർച്ച നടത്തുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഒന്നും വന്നിട്ടില്ല. UAEയുടെ ആഭ്യന്തര മന്ത്രാലയം ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയവും ഓരോ തവണയും കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. 4 തവണയായിട്ടാണ് ആക്രമണം മുഴുവൻ നടന്നത് എന്നുള്ളത് ഈ UAEയുടെ ബന്ധപ്പെട്ട അധികൃതർ കൃത്യമായി തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ 4 തവണ നടന്ന ആക്രമണത്തിലാണ് രാവിലെ അബുദാബിയിൽ നടന്ന ആക്രമണത്തിൽ ഏതാണ്ട് ഉച്ചയോടെ നടന്ന ഒരു ആക്രമണത്തിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. പാം ജുമൈറയിൽ ഇത്തരത്തിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതാണ് UAEയിലെ പൊതുവായിട്ടുള്ള സ്ഥിതി. ബഹ്റൈനുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത്ര ഒരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല. കാരണം ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെ കുറെ അധികം പേർക്ക് പരിക്ക് പറ്റിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് അത്ര പേർക്ക് പരിക്ക് പറ്റിയെന്ന് അവിടുത്തെ അതത് രാഷ്ട്രങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും അത്തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ UAE സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ രാത്രി വളരെ നിർണായകമായിരിക്കും. കാരണം ആദ്യഘട്ടത്തിലും ഈ ബഹ്റൈനിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ നേവൽ സൈനിക ബേസിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ പിന്നീട് അത് റെസിഡൻഷ്യൽ മേഖലയിലേക്കൊക്കെ തിരിയുന്ന കാഴ്ച കണ്ടു. അത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ആക്രമണമൊക്കെയും ഉണ്ടായിക്കഴിഞ്ഞാൽ
അത് വലിയ രീതിയിൽ UAE ബാധിക്കും. അത് ഇരുത്തി ചിന്തിക്കുന്ന കാര്യമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.